നമസ്കാരം. എല്ലാവരും പരീക്ഷയുടെ ഒരു തിരക്കിലായിരിക്കുമെന്നറിയാം. അതിനുവേണ്ട മുന്നൊരുക്കത്തിൻ്റെ തിരക്കുകളിലായിരിക്കുമെന്നറിയാം. ചില കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ മെസ്സേജ് തയ്യാറാക്കുന്നത്. നമ്മുടെ പരീക്ഷയ്ക്ക് നമുക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ശാരീരിക മാനസികമായിട്ടുള്ള ആരോഗ്യമാണ്. അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും നമ്മുടെ ശാരീരിക ആരോഗ്യത്തെയോ മാനസിക ആരോഗ്യത്തെയോ ദോഷകരമായ രീതിയിൽ ബാധിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുക. ഉദാഹരണത്തിന് തലേന്ന് രാത്രി ഒരുപാട് നേരം ഉറക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അതിരാവിലെ ഒരു 3 മണിയാകുമ്പോഴത്തേക്ക് ഉണരുക. ഇതൊക്കെ നമുക്ക് ഈ 2 തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാൻ കാരണമായേക്കാം. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വളരെ തിടുക്കം പിടിച്ച് നമ്മൾ രാവിലെ പോകുന്ന ദിവസങ്ങളിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പൊതുവേ മടിയുള്ള നിങ്ങൾ കഴിക്കാതെ പോയേക്കാം. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. നമുക്കറിയാം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ബ്രെയിൻ ഫുഡ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഹാരം കഴിക്കാതെ പോകുന്നത് ഒട്ടും നല്ല ശീലമായിരിക്കത്തില്ല. നമുക്ക് പരീക്ഷ നമുക്ക് 2.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നതുമാണ്. അപ്പോൾ അത് പരീക്ഷാ ഹാളിലൊക്കെ നമ്മൾ ദോഷകരമായിട്ട് ബാധിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് കഴിക്കുന്നത് എന്തായാലും കഴിക്കാതെ പോകരുത് എന്നത് പ്രത്യേകം ഓർക്കുക. അതേപോലെ തന്നെ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ സാധനങ്ങളൊക്കെ, ഉദാഹരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഹോൾ ടിക്കറ്റ്, പെൻ, അതേപോലെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, ഇവയെല്ലാം തലേന്നേ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ രാവിലെ നമ്മൾ ഹോൾ ടിക്കറ്റ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം വഴിയിലത് എത്തിയതിന് ശേഷമാണ് ഓർക്കുന്നത്. തിരിച്ചു പോകാൻ ഒക്കെ വരുമ്പോൾ ആകെപ്പാടെ അങ്കലാപ്പായിരിക്കും. ഇത് ചെയ്യാൻ കഴിയുന്നത് നേരിട്ട് വന്ന് എച്ചമ്മിൻ്റെ ശ്രദ്ധയിലേക്ക് കൊടുക്കുക. എച്ചം അതിന് വേണ്ട പരിഹാരം കണ്ടെത്തുക. പക്ഷെ ഓർക്കുക, ഇതൊരു ശീലമാക്കി മാറ്റാതിരിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന പേന, ജെൽ പേന കഴിയുന്നത് ഒഴിവാക്കുക. ബോൾ പെൻ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കഴിയുന്നത് ആ ബോൾ പെൻ അല്പം ഒന്ന് എഴുതി തുടങ്ങിയതിന് ശേഷമുള്ള ബോൾ പെൻ നിങ്ങൾ ഉപയോഗിക്കുന്നത് എഴുതുമ്പോൾ ഒരു സ്മൂത്ത്നെസ് കിട്ടുന്നതിന് നിങ്ങളെ സഹായിക്കും. ഇൻസ്ട്രുമെൻറ്റ് ബോക്സിനകത്ത് പെൻസിൽ എഴുതാൻ മറക്കരുത്. ഏത് വിഷയത്തിനും നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ് പെൻസിലും സ്കെയിലും. അപ്പോൾ ഇറേസറും ഇത് ഉൾപ്പെടെ ആയിരിക്കണം ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് നമ്മൾ കരുതേണ്ടതായിട്ട് വരുന്നത്. അതേപോലെ തന്നെ രാവിലെ പ്രഭാത കൃത്യങ്ങൾ, അതായത് ബാത്റൂമിലൊക്കെ കൃത്യമായിട്ട് പോയി കുളിച്ച് റെഡിയായിട്ട് തന്നെ പരീക്ഷാ ഹാളിലേക്ക് വരാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കുടിവെള്ളം, നല്ല ചൂട് സമയമാണ്. കുടിക്കാനുള്ള തിളപ്പിച്ചാറിയ വെള്ളം ഒരു കുപ്പിക്കകത്ത്, കഴിയുന്നതും പ്ലാസ്റ്റിക് അല്ലാത്തൊരു കുപ്പിക്കകത്ത് അടപ്പ് ലൂസായിട്ട് വെക്കരുത്. പരീക്ഷാ ഹാളിലത് നിങ്ങളുടെ അരികിൽ തന്നെ കഴിയുന്നതും ഡെസ്കിന് താഴെയായിട്ട് സൂക്ഷിക്കുക. അത് ഡെസ്കിൻ്റെ പുറത്ത് വെച്ചിരുന്ന തീർച്ചയായിട്ടും അത് പറഞ്ഞു പോയൊക്കെ നനയാനാണ്. അപ്പോൾ കുടിവെള്ളം, പ്രത്യേകിച്ച് 2.5 മണിക്കൂർ പരീക്ഷയുള്ള ദിവസം സ്കൂളുകളിൽ കുടിവെള്ളം ഉണ്ടായിരിക്കും. പക്ഷേ എങ്കിലും നമ്മൾ കരുതിയിരിക്കുന്നത് നമ്മുടെ സമയവും നമുക്ക് ആവശ്യമുള്ള സമയത്ത് കുടിക്കുകയും ചെയ്യുന്നതിന് സഹായകരമായിരിക്കും. അതുപോലെ തന്നെ പരീക്ഷാ ദിവസങ്ങളിൽ എല്ലാ ദിവസവും യൂണിഫോം നിർബന്ധമാണെന്ന കാര്യം മറക്കണ്ട. എല്ലാവരും യൂണിഫോം ധരിച്ചുകൊണ്ടേ പരീക്ഷാ ഹാളിലെത്താവുള്ളൂ. പലവിധ കാരണങ്ങളുണ്ട്. ഒരു കാരണവശാലും യൂണിഫോം ഇല്ലാത്ത പരീക്ഷാ ഹാളിലേക്ക് വരരുത്. ഫോർ എക്സാമ്പിൾ, വരുന്ന ദിവസം തന്നെ കയറി പരീക്ഷ ഹാളിലോട്ട് വരിക, നിങ്ങൾ യൂണിഫോം ഇല്ലാതെ വരിക. ഒരു ഇൻസ്പെക്ഷൻ ടീം വന്ന് പോയിട്ട് ഇന്ത്യയുടെ യൂണിഫോം എന്ന് ചോദ്യം മതി. ഒരു ഇൻസ്പെക്ഷൻ ടീം വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മെൻ്റലി പെട്ടെന്ന് അപ്സെറ്റ് ആവും. നമ്മുടെ അന്നത്തെ പരീക്ഷ മുഴുവൻ ഇന്ത്യയിലെല്ലാം ബാധിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് വരിക. അതുപോലെ മുടിയൊക്കെ വെട്ടി നല്ല സ്മാർട്ടായിട്ട് വേണം പരീക്ഷാ ക്ലാസ്സിലേക്ക് ഹാളിലേക്ക് വരാൻ. കാരണം ഒരു ഇൻവിജിലേറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഒരു പ്ലസൻറ്റ് ലുക്കായിരിക്കണം. മാത്രമല്ല പരീക്ഷകളിലേക്ക് ഒരു അധ്യാപികയോ അധ്യാപകനോ വരുമ്പോൾ വളരെ ഒരു ഹൃദയത്തിൽ തൊടുന്ന രീതിയിലൊരു ഗുഡ് മോർണിംഗ് ഒക്കെ രാവിലെ അവർക്ക് നൽകാം. അത് അല്ലേ അവർക്കും നിങ്ങൾക്കും ഒരു നല്ല വൈബ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പരീക്ഷാ ഹാളിൽ നിന്ന് ഒരു കാരണവശാലും പരീക്ഷയ്ക്ക് നിൽക്കുന്ന ഇൻവിജിലേറ്ററെ, പരീക്ഷാ ഹാളിൽ നിൽക്കുന്ന ടീച്ചറെ അല്ലെങ്കിൽ സാറിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ, ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ യാതൊരു കാരണവശാലും തുടർച്ചയായിട്ട് ബഹളം ഉണ്ടാക്കുക, പിന്തിരിഞ്ഞ് നോക്കുക, അത്തരത്തിലുള്ള സ്വഭാവ രീതികളൊക്കെ കഴിയുന്നതും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക പരീക്ഷാ ഹാളിലായിട്ട്. അതുപോലെ തന്നെ രാവിലെ പരീക്ഷയ്ക്ക് നിങ്ങൾ എത്തുന്ന, നമുക്കറിയാം സൈക്കിളിൽ വരുന്നതുകൊണ്ടാകും, സൈക്കിൾ പഞ്ചറായേക്കാം, ചിലപ്പോൾ ബ്ലോക്കിൽ പെട്ടാക്കാം. കൃത്യമായിട്ട് രാവിലെ തന്നെ പരീക്ഷയ്ക്ക് നേരത്തെ ഇറങ്ങുക. ഒരു 9:15 മാക്സിമം സ്കൂളിലെത്തക്കത്ത രീതിയിലേക്ക് നിങ്ങൾ സ്കൂളിലേക്ക് എത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ പേരൻസൊക്കെ മിക്കവാറും ഡ്രോപ്പ് ചെയ്യുന്നവരായിരിക്കും. അതല്ല നിങ്ങൾ ട്യൂഷനൊക്കെ രാവിലെ പ്രിപ്പറേഷൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് അവരെങ്കിലും 9:15 സ്കൂളിൽ എത്തത്തക്ക രീതിയിലേക്ക് വരിക. സ്കൂൾ പരീക്ഷ ഹാളിൽ കയറിയതിന് ശേഷം കഴിയുന്നതും
പിന്നീടൊരു ഡിസ്കഷനിലേക്ക് 9:15 ശേഷം നിങ്ങൾ കിടക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കൂട്ടുകാരുമൊക്കെ ആയിട്ട് കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് നിങ്ങളുടെ സ്വകാര്യ തമാശകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അല്പനേരം ചിലവഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മെൻ്റലി ഒന്ന് റിലാക്സ്ഡ് ആകും. അതുകൂടാതെ നിങ്ങളുടെ ആ ടെൻഷനൊന്ന് മാറി കിട്ടുന്നതിനും അതുപോലെ തന്നെ പരീക്ഷയെ അല്പം കോൺഫിഡൻ്റായിട്ട് എഴുതുന്നതിനും നിങ്ങൾക്കത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ പരീക്ഷാ ഹാളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ രജിസ്റ്റർ നമ്പർ എഴുതുമ്പോൾ നമ്മുടെ മലയാളികൾക്ക് ഒരു പൊതുവേ ശീലമുണ്ട്. നമ്മൾ എഴുതിയിട്ട് അടുത്തിരിക്കുന്ന ആളുടെ ഒന്ന് നോക്കും നമ്മൾ എഴുതി തന്നെയാണോ എഴുതിയിരിക്കുന്നത്. എപ്പോഴും നമ്മുടെ ഹോൾ ടിക്കറ്റ് നോക്കി തന്നെ നമ്മുടെ രജിസ്റ്റർ നമ്പർ എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടത് കൂൾ ഓഫ് ടൈമാണ്. നമുക്ക് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം അനുവദിച്ചിട്ടുണ്ട്. പലപ്പോഴും കൂൾ ഓഫ് ടൈം കൃത്യമായിട്ട് ഉപയോഗിക്കാറില്ല. കഴിഞ്ഞ ഒരു ഇംഗ്ലീഷിൻ്റെ ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യനകത്ത് കണ്ടായിരുന്നു. ഒരു നരേറ്റീവ് തയ്യാറാക്കാനാണ് ചോദിച്ചത്. പക്ഷേ മറ്റൊരു ഉത്തരം അതിനകത്ത് എഴുതി വെക്കേണ്ടതായിരുന്നു. 7 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു. അപ്പോൾ ചോദ്യം നമുക്ക് സമാധാനമായിട്ട് വായിക്കാൻ കിട്ടുന്നതാണ് 15 മിനിറ്റ്. ആ ചോദ്യം അതിനകത്ത് നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ ആ സമയത്ത് പ്രയോജനപ്പെടുത്തേണ്ടതാണ്. പിന്നെ അറിയാവുന്ന ഉത്തരങ്ങൾ ആദ്യത്തെ ശീലമുണ്ടാക്കുക. അപ്പോൾ ഞാൻ നേരത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളൂ, ഒന്നാമത്തെ എഴുതും പിന്നെ 5-ാമത്തെ എഴുതും, രണ്ടാമത്തെ എഴുതും പിന്നെ അങ്ങനെയല്ല. ഒന്നറിയാം, 2 സംശയമുണ്ട്, ഓക്കെ പിന്നീട് എഴുതിയാൽ മതി, പിന്നെ 3 എഴുതുക. ആ ക്രമത്തിൽ എഴുതാൻ നോക്കുക. അറിയാൻ വയ്യാത്തത് കൂടുതലായിട്ട് സമയമെടുത്ത് ആലോചിച്ച് ഉത്തരവിട്ട് തിരിക്കുക. പിന്നെ ഓരോ അരമണിക്കൂറിലും വാണിംഗ് ബെല്ല് മുഴങ്ങുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സമയത്തെക്കുറിച്ചൊരു ധാരണ കിട്ടും, വാച്ചില്ല എങ്കിൽ പോലും. അപ്പോൾ സമയത്തിനനുസരിച്ച് പരീക്ഷ എഴുതുക. അവസാനത്തെ ബെല്ല് മുഴങ്ങുന്നത് വരെ നിങ്ങൾക്ക് എഴുതാനുള്ള സമയമാണ്. സാധാരണ നിയമ പരീക്ഷകളൊക്കെ 5 മിനിറ്റ് മുമ്പേ ടാഗ് ചെയ്യാൻ പറയും. പക്ഷേ അവസാനത്തെ ബെല്ല് മുഴങ്ങുന്നവരെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള സമയമാണ്. അതുവരെ എഴുതുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കുത്തിക്കെട്ടുക. ഇനി നേരത്തെ തീർന്നാൽ നിങ്ങളത് കുത്തിക്കെട്ടി ബ്ലാങ്കായിട്ട് കിടക്കുന്ന ഭാഗം ക്രോസായിട്ട് അല്ലേ, ചെന്നം ഭിന്നം വരച്ചിട്ടേക്കുന്ന ചില പേപ്പറുകൾ കണ്ടു. അത് വേണ്ട, ചരിച്ച് ഒരൊറ്റ വര, അത് മാത്രം മതിയാകും. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ സാധാരണ ചെയ്യുന്ന പരീക്ഷ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഡിസ്കഷൻ, ഒന്നാമത്തത് എഴുതിയായിരുന്നു, 4-ാമത്തെ എഴുതായിരുന്നു, അയ്യോ എൻ്റെ തെറ്റായിപ്പോയല്ലോ. യാതൊരു തരത്തിലുള്ള ഡിസ്കഷൻ നിങ്ങൾ നിൽക്കണ്ട. കാരണം ആ ഡിസ്കഷൻ നിങ്ങൾക്ക് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുക. അപ്പോൾ അടുത്തത് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനെ അത് ചെറുതായിട്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് അലോസരപ്പെടുത്തിക്കൊണ്ട് ഒന്ന് ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കഴിയുന്നത്ര ഡിസ്കഷനുകൾ പരീക്ഷയെ സംബന്ധിച്ചുള്ളത് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞതാണ്. ചില സംശയങ്ങൾ ചോദിച്ചായിരുന്നു. ഇപ്പോൾ 3 ഓപ്ഷനുണ്ട്, എന്നൊക്കെ 4 എഴുതിയ കുഴപ്പമുണ്ടോ? അത് ഇവാലുവേറ്റ് ചെയ്യുന്ന ഓരോരുത്തരുടെ മാനസികാവസ്ഥ പോലില്ല. ചിലത് അത് വളരെ ഗൗരവമാണ്. നമ്മൾ പറ്റിക്കാൻ വേണ്ടി 3 പറഞ്ഞിട്ട് 4 എഴുതിയല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ ആദ്യത്തെ 3 എഴുതി, ഓക്കെ 4-ാമത്തെ നോക്കണ്ട എന്ന് എഴുതിയതിന് മാർക്ക് തരുന്നതുകൊണ്ട് എന്തായാലും അതിനകത്ത് നിങ്ങൾക്ക് പറയുന്ന നിർദ്ദേശങ്ങൾ എഴുതുക. നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പിന്തുടരുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതാൻ ശ്രമിക്കണം. കാരണം അറിയില്ല എന്ന് കരുതി ഒരു ചോദ്യം അറ്റൻഡ് ചെയ്യാതെ പോയിട്ട് നമ്പർ ഇട്ട് അറ്റൻഡ് ചെയ്യണം. കാരണം പല വർഷങ്ങളിലും ചോദ്യങ്ങളിൽ ചില മിസ്റ്റേക്കുകൾ കടന്നുകൂടിയപ്പോഴൊക്കെ ആ ചോദ്യം അറ്റൻഡ് ചെയ്തെങ്കിലേ നമുക്കതിൻ്റെ മാർക്ക് ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിനെല്ലാം ഉപരിയായിട്ട് ഇതൊരു അഗ്നിപരീക്ഷണമൊന്നുമല്ല, ഒരു പരീക്ഷയാണ്. ഇവിടെ ഫുൾ A+ കിട്ടിയെങ്കിലേ നിലനിൽക്കാൻ പറ്റൂ എന്നൊരവസ്ഥയൊന്നുമില്ല. ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടിയതൊന്നും ഇതേപോലെ ക്ലാസ് റൂമുകളിൽ വലിയ A+കളൊന്നും വാങ്ങി ജയിച്ച് വന്നവരൊന്നുമല്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താ, തൽക്കാലം റിസൾട്ടിനെ കുറിച്ചൊന്നും ബോധേടാവണ്ട. പക്ഷെ എന്ത് ചെയ്യുക, നമ്മുടെ പരിശ്രമത്തിൻ്റെ പരമാവധി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നൽകുക എന്നുള്ളത്. കാരണം റിസൾട്ട് വരുമ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചായിരുന്നെങ്കിൽ എന്നൊരു ചിന്ത നമ്മളിലേക്ക് വരണ്ട. ഇതെൻ്റെ റിസൾട്ടാണ്, ഇതിന് ഞാനെൻ്റെ പരമാവധി അധ്വാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കോൺഫിഡൻസ്, ഒരു സന്തോഷം അതിനുവേണ്ടി. അതല്ലാതെ A+ അല്ലെങ്കിൽ 9A+, നിങ്ങൾ അതിനെക്കുറിച്ച് ഒട്ടും ബേജാറാവുക വേണ്ട. രണ്ടാമത്തെ കാര്യം, ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്കത് വിജയിക്കാൻ കഴിയും. അവിടെ നിങ്ങൾക്ക് വേണ്ടത് ഹാർഡ് വർക്കും അതേപോലെ തന്നെ സ്ഥിരോത്സാഹമായി പറയാറില്ലേ, ഹാർഡ് വർക്ക് ആൻഡ് പെർസിവറൻസ്.
അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോകേണ്ടടുത്തും എത്തേണ്ടടുത്തുമൊക്കെ കൃത്യമായിട്ട് എത്തിയിരിക്കും. ഓരോ സ്റ്റെപ്പിലും ചിലപ്പോൾ ഒന്ന് അടിപതറിയാൽ പോലും ഉള്ളിൽ വിജയിക്കാനുള്ളൊരു സ്പിരിറ്റും അടുത്ത തവണയും ഒരാർജവം ഉണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് എത്തിച്ചേരും. എങ്കിലും ഒരു പരീക്ഷയ്ക്ക് നല്ല റിസൾട്ടോടുകൂടി പാസ്സാകുമ്പോൾ അത് നമുക്ക് നൽകുന്ന ഒരു കോൺഫിഡൻസ്, അത് മുന്നോട്ട് പോകുന്നതിനുള്ളൊരു ഊർജ്ജമാണ്. അപ്പോൾ എല്ലാവർക്കും പരീക്ഷ നന്നായിട്ട് എഴുതാൻ കഴിയട്ടെ. എല്ലാവർക്കും ആസ്വദിച്ച് റിലാക്സ് ചെയ്ത് ആരോഗ്യത്തോടെ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.